പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി എൻഐഎ. ആക്രമണ രംഗം എൻഐഎ പുനരാവിഷ്കരിച്ചു. നിർണായക സാക്ഷിയെ ബൈസരണിൽ എത്തിച്ചാണ് രംഗം പുനരാവിഷ്കരിച്ചത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും എൻഐഎ രേഖപ്പെടുത്തി. പെഹൽഗാമിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഷിം മൂസ പാക് ആർമിയിലെ മുൻ സ്പെഷ്യൽ കമാൻഡോയാണ്. അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ വിഷയം ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് തുറന്നടിച്ചു. The whole world has heard Pakistan's Defence Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. The world can no longer turn a blind eye. I have nothing further to add. Thank you. നിയന്ത്രണ രേഖയിൽ 5-ാം ദിവസം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. കേന്ദ്ര മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, പലതരത്തിൽ പെഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് നയതന്ത്ര തലത്തിൽ, ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ, ഒപ്പം ലോക രാജ്യങ്ങൾക്ക് മുൻപാകെ പാകിസ്ഥാനെതിരെ ഇന്ത്യ പരസ്യമായി സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യം ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ ഏത് നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യമാണ്. പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപർണ, ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമായും അനന്ത്നാഗ്, ഒപ്പം തന്നെ പുൽവാമ, ശ്രീനഗർ എന്നിവിടങ്ങളിലാണ് വ്യാപക തെരച്ചിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ അടച്ചിരിക്കുന്നത്. 48 ടൂറിസ്റ്റ് സ്പോട്ടുകൾ അടച്ചുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് NIAയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തി NIA മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അടുത്ത ദിവസം കൊച്ചിയിലുമെത്തും. ഒപ്പം തന്നെ NIAയുടെ ചില നിർണായക നീക്കങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അതിലേറ്റവും പ്രധാനം ഈ രംഗം പുനരാവിഷ്കരിച്ചു, ആക്രമണത്തിന്റെ രംഗം പുനരാവിഷ്കരിച്ചു എന്നുള്ളതാണ്. കാരണം ഈ പ്രദേശവാസിയായ ഒരു വ്യക്തി ഈ സംഭവ സമയത്ത് ഈ ബൈസറിലുണ്ടായിരുന്നു. ആ ഭീകരരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ ഏതാണ്ട് 1 മണിക്കൂറിലധികം നേരം മരത്തിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് NIA സംഘം വ്യക്തമാക്കുന്നത്. ഇയാളുമൊത്ത് അവിടെ എത്തിയാണ് ഈ രംഗം പുനരാവിഷ്കരിച്ചത്. മാത്രവുമല്ല, ഇയാളുടെ മൊബൈലിൽ ദൃശ്യങ്ങളുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. മാത്രവുമല്ല, ആ സമയത്ത് മറ്റ് കേസുകളെ അപേക്ഷിച്ച് ഈ കേസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരും ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു. ഭീകരരുടെ ദൃശ്യങ്ങൾ പലരുടെയും മൊബൈലിൽ പതിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ NIA പരിശോധിച്ച് വരികയാണ്. കാരണം ഈ ആക്രമണത്തിന് 3 ദിവസം മുമ്പാണ് മലയാളിയായ ശ്രീജിത്ത് അവിടെ എത്തിയതും അദ്ദേഹത്തിന്റെ മൊബൈലിലും ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പതിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ഭീകരരാണോ എന്ന സംശയം ആ സമയത്തുണ്ടായിരുന്നു. ഏതായാലും NIA അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വശത്ത് NIAയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഭീകരർ ഇപ്പോഴും തെക്കൻ കശ്മീരിൽ തന്നെ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ ഏജൻസികളുള്ളത്, സൈന്യമുള്ളത്. കാരണം ഈ മേഖലയിലാണ് വ്യാപക തെരച്ചിൽ കഴിഞ്ഞ 6 ദിവസമായി തന്നെ തുടരുന്നത്. അനന്ത്നാഗ് മലനിരകളിൽ ഇവരുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. മാത്രവുമല്ല, സുരക്ഷാ ഏജൻസികൾ പറയുന്ന കാര്യം, 1.5 വർഷം മുമ്പ് ഇവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തി. കാരണം ഈ ആക്രമണം നടത്തിയ സംഘത്തിലെ 2 പേർ പാകിസ്ഥാനികളാണ്. അതിൽ തന്നെ ഒരാൾ പാക് സൈന്യത്തിൽ അംഗമായിരുന്നു, സ്പെഷ്യൽ കമാൻഡോ ആയിരുന്നു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം അലിബായ് അല്ലെങ്കിൽ ഹാഷിം മൂസയാണ് ഇത്തരത്തിൽ പാക് സൈന്യത്തിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇയാൾ മുൻപും ഈ 1.5 വർഷത്തിനുള്ളിൽ പലപ്പോഴായി ജമ്മു കശ്മീരിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. കാരണം അടുത്തിടെയാണ് ഇത്തരത്തിൽ സെഡ്മോർ ടണലിന് നേരെ ആക്രമണം ഉണ്ടായത്. അന്ന് 7 തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിൽ നിർണായക പങ്ക് മൂസ വഹിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, നയതന്ത്ര തലത്തിലും ഇന്ത്യ നീക്കം ശക്തമാക്കുകയാണ്. അന്താരാഷ്ട്ര വേദിയിൽ ഈ വിഷയം, പഹൽഗാം ആക്രമണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ്. UN-ൽ തന്നെ ഈ വിഷയം ഇപ്പോൾ ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ UN വേദിയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ വ്യക്തമാക്കിയ കാര്യം, പ്രത്യേകിച്ച് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ് ഇന്ത്യ ഈ വിഷയം ആയുധമാക്കാൻ ഉപയോഗിച്ചത്. കാരണം
പാകിസ്ഥാൻ പല കാലങ്ങളിലായി ഭീകരവാദത്തിന് ഫണ്ട് ചെയ്തിട്ടുണ്ട്, ഭീകരരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൽ അത്ഭുതമില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ UN വേദിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് ഇന്ധനം നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ വേദിയിൽ ഇന്ത്യ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ചൈനയ്ക്ക് പിറകെ തുർക്കി അടക്കം സൈനിക വിന്യാസം നടത്തുമെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആഗോള തലത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഏത് തരത്തിലാണ് കാണേണ്ടത്? പാകിസ്ഥാൻ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ? അപർണ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ റഷ്യ വീണ്ടും ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അഫ്ഗാനിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. പല അറബ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് എന്നുള്ള രാജ്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗോള തലത്തിൽ ഇന്ത്യക്ക് പിന്തുണ ഈ വിഷയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് രംഗത്ത് വന്ന ഏകരാഷ്ട്രം ചൈന മാത്രമാണ്. കാരണം ചൈന ആദ്യം ഈ ആക്രമണത്തെ അപലപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ചൈന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം പാകിസ്ഥാൻ അവരുടെ ഉറ്റ സുഹൃത്തുമാണെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിച്ചോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവന കൂടി ചൈന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു. അതേപോലത്തെ പരാമർശം തന്നെയാണ് ഇപ്പോൾ ചൈനയിൽ നടത്തിയിട്ടുള്ളത്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആഗോള തലത്തിൽ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് പിന്തുണയുള്ളത്. അത്തരത്തിൽ വിവിധ രാഷ്ട്രങ്ങളുടെ പിന്തുണ ഈ ഘട്ടത്തിൽ കൂടുതലായി ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപർണ. ഓക്കെ, രാഗേഷ് വിവരങ്ങൾ നൽകുമ്പോൾ മലയാളിയായിട്ടുള്ള ശ്രീജിത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ, നേരത്തെ ഭീകരരുടെ ദൃശ്യങ്ങൾ പെട്ടിരുന്നു. അത് NIAക്ക് നൽകിയിരുന്നു. NIA അത് പരിശോധിച്ച് വരികയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോഴുണ്ട്. ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, താങ്കളുടെ മൊഴി അടക്കം NIA രേഖപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. കൃത്യമായി ഈ കാര്യങ്ങൾ NIA ധരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ശ്രീജിത്ത് കേൾക്കാമോ? ഹലോ, കേൾക്കാമല്ലോ അല്ലേ? NIAക്ക് താങ്കൾ മൊഴി നൽകി കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി അല്ലേ? ഇന്നലെ രാവിലെ മുംബൈ ഹെഡ് ഓഫീസിൽ NIA വിളിച്ചിട്ട് മോർണിംഗ് തൊട്ട് ഏകദേശം 5 മണിക്കൂറോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അവരുടെ ടെക്നിക്കൽ ടീം SP DYSP ലെവലിലുള്ള സീനിയർ ഓഫീസേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്ന് NIA മുംബൈയിൽ. പിന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത്, പക്ഷെ അത് മീഡിയയോട് ഔട്ട് ചെയ്യരുതും, ചില സീക്രട്ട് കാര്യങ്ങളും നാഷണൽ സെക്യൂരിറ്റിയുടെ കാരണം എല്ലാ കാര്യങ്ങളും മീഡിയയോട് പറയരുതെന്ന് പറയുന്ന കാരണം അത്രേ പറയാനുള്ളൂ. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്ന് പിന്നെ ഇതിന്റെ ഈ വീഡിയോസ് എല്ലാം ടെക്നിക്കൽ അനലൈസിസിന് വേണ്ടി ദില്ലിക്ക് അയക്കുമെന്ന് അറിയുന്നു. ഓക്കെ, മാധ്യമങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോഴും ഈ നേരത്തെ അന്ന് ശ്രീത്ത് ന്യൂസ് 18 തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ വീഡിയോകളും കൂടുതൽ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം പരിശോധിക്കുമെന്നുള്ളത്. ആ ഒരു വീഡിയോയിലല്ലാതെയും പിന്നെയും അത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ആ ഒറ്റ ഒരു വീഡിയോയെ ഉള്ളായിരുന്നു. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആ പറഞ്ഞ പോലെ രണ്ടുപേരുടെയും മൂവ്മെന്റ്സ് ക്യാപ്ചർ ആയതും ആ വീഡിയോ മാത്രമേ ഉള്ളൂ NIA ടെക്നിക്കൽ അനലൈസിന് വേണ്ടി ദില്ലിക്ക് അയച്ചത്. മറ്റതിലൊന്നും അത്തരത്തിലുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ഇല്ല. ബാക്കി 600 വീഡിയോസും ഫോട്ടോസും നമ്മൾ അത് ചെക്ക് ചെയ്ത്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ എടുത്ത സ്ഥലം ബേതാബേലിൽ എടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ, ആ എൻട്രി എക്സിറ്റിന്റെ ആ സെന്ററിലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എടുത്തത്. അപ്പൊ അവിടെ ഒറ്റ ഒരു വീഡിയോ മാത്രമേ അത് കവർ ആയിട്ടുള്ളൂ. ഈ മൊഴി നൽകുന്നത് ഇന്നലത്തോടു കൂടി പൂർണ്ണമായോ അതോ ഇനിയും ചിലപ്പോൾ ശ്രീത്തിനെ വിളിപ്പിച്ചേക്കാം എന്ന് പറയുകയുണ്ടായോ NIA? അവര് ഇത്രയും പറഞ്ഞു. ഇത് ടെക്നിക്കൽ അനലൈസിസിന് വേണ്ടി ഡൽഹിക്ക് വീഡിയോസ് എടുക്കുകയും പിന്നെ എന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നെ വിറ്റ്നസ്നെസിനെയൊക്കെ വിളിച്ച് അതിന്റെ പ്രോപ്പറായിട്ട് പഞ്ചനാമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതൊക്കെ നടത്തിയിട്ട് ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മുമ്പോട്ട് വരിക, അല്ലെ അവരിങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. അതായത് വീണ്ടും ഒരുപക്ഷെ മൊഴി രേഖപ്പെടുത്തിയേക്കാം, കൂടുതൽ വിശദാംശങ്ങൾ അവരുടെ ഇനിയിപ്പം ഡൽഹിയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ഇനിയും വരുവാണെങ്കിൽ ഒന്നിൽ അങ്ങോട്ട് വരുവോ അല്ലെ അവരിങ്ങോട്ട് വരുവോ ചെയ്യുന്നുള്ള ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് അന്വേഷണത്തിൽ നിൽക്കുന്നതുകൊണ്ട് മുഴുവൻ പറയാൻ കഴിയില്ല ശ്രീജിത്തിന് അറിയാം. പക്ഷേ അപ്പോഴും നിർണായകമായിട്ടുള്ള ഒരു ചിത്രമാണ് ശ്രീജിത്ത് പകർത്തിയത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണക്കാക്കുന്നുണ്ട് അല്ലേ? പ്രൈമ ഫേസിയ ഇപ്പം
NIA പോലൊരു ടീം വിളിച്ച് അത്രയും നേരം ഒരു 5 മണിക്കൂറോളം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് വിചാരിക്കാം. ഇതിപ്പോ ആണോ അല്ലയോ എന്നത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടേ അറിയത്തുള്ളൂ. പക്ഷെ പ്രൈമ ഫേസിയ അവരുടെ ബോഡി ലാംഗ്വേജ്, ഞാൻ പറഞ്ഞോട്ട് അവരുടെ ഹൈറ്റ്, വെയിറ്റ് എല്ലാം ആ സ്കെച്ചും ഫോട്ടോസും വെച്ചും മാച്ച് ആകുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും NIA അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്ന് 5 മണിക്കൂറോളം ഞാൻ പറഞ്ഞ സീനിയർ ഓഫീസേഴ്സും SP റാങ്കിലുള്ള ഓഫീസേഴ്സും ആയിട്ട് ഇരുന്നിട്ട് അത് ഡിസ്കസ് ചെയ്തു. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഇതിപ്പോ വീഡിയോയിൽ ഇത് പകർത്തുകയാണ് നിങ്ങൾ ചെയ്തത്. നേരിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അവരെ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള മൊഴികളും ഉണ്ടായിരുന്നോ? അല്ല, പിന്നെ നമ്മൾ ജനറലി അവരോട് പറഞ്ഞല്ലോ, നമ്മൾ ആസ് എ ടൂറിസ്റ്റ് നമ്മളത് ഷൂട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഈ പറയുന്ന തൊട്ട് അവർ ഇവിടുന്ന് പോയി അവിടുന്ന് തിരിച്ചു വരുന്ന വരെയുള്ള ഓരോ സെക്കൻഡ്സിലും ഓരോ ട്രെയിൻ ഡീറ്റെയിൽസ്, ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, അവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റ് വണ്ടി തൊട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അവർ എടുക്കുകയും അത് അവർ പറഞ്ഞത് അത് ഇൻവെസ്റ്റിഗേഷനിൽ അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവരുടെ അടുത്ത് അത് ഷെയർ ചെയ്തു. ശ്രീജിത്തിന്റെ മാത്രമാണോ മൊഴിയെടുത്തത്, അതോ കുടുംബാംഗങ്ങളുടെയും അവരും ഉണ്ടായിരുന്നല്ലോ അവിടെ, അതുകൊണ്ടാണ്? അല്ല, പക്ഷെ ഇപ്പം ഇവിടുന്ന് പൂനെന്ന് ഇവരുടെ ഓഫീസ് ബോംബെ ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ പോയിട്ടുള്ളൂ. അപ്പം അത് കാരണം എന്റെ മാത്രം ഇന്നലത്തോടെ എന്റെ മാത്രമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്ദി ശ്രീജിത്ത്. വളരെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് മലയാളിയായിട്ടുള്ള ശ്രീജിത്ത് പകർത്തിയത്. അതിൽ മകളുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറകിൽ പഹൽഗാം ഭീകരരുടെ ദൃശ്യങ്ങൾ കടന്നു വരികയായിരുന്നു. അത് NIA ശേഖരിച്ചിരിക്കുന്നു. നിർണായകമായ മൊഴിയും 5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ആ മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും അത്യന്തം സെൻസിറ്റീവായിട്ടുള്ള രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കേസായതുകൊണ്ട് മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയില്ല എന്നും കൂടിയാണ് ശ്രീജിത്ത് പ്രതികരിച്ചത്.